ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരേ നമഃ. ശ്രീമദ് നാരായണീയം നമ്മൾ 12-ാം ദശകം 3 ശ്ലോകങ്ങൾ പഠിച്ചു. 4 തൊട്ട് ഇന്ന് പഠിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. നമുക്ക് 4-ാമത്തെ ശ്ലോകം ഇന്ന് ചൊല്ലി നോക്കാം. ശ്ലോകം 4 ദശകം 12. അങ്കുഷ്ടമാത്ര വപുരുത്പതിത പുരസ്താദ് ഭൂയോദ കുംഭിസദൃശ സമജൃംഭധാസ്ത്വം അഭ്രേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചേർ വിസ്മേരതാം വിധിരകാത് സഹസൂനുഭിസ്വൈഹി. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ അങ്കുഷ്ടമാത്ര വപു വപുഹു, അങ്കുഷ്ടമാത്ര വപുഹു ഉത്പതിത. അതാണ് അവിടെ പിരിക്കുമ്പോൾ വരിക. ഒന്നിച്ച് വായിക്കണം. അങ്കുഷ്ടമാത്ര വപുരുത്പതിത, പിന്നെ പുരസ്താദ് ഭൂയഃ അധ ഭൂയോധ കുംഭിസദൃശ സമജൃംഭധ ത്വം, സമജൃംഭധ പ്ലസ് ത്വം അഭ്രേ തദാവിധം ഉദീക്ഷ്യ, ഉദീക്ഷ്യ കണ്ടിട്ട് എന്നർത്ഥം. അപ്പം തദാവിധം ഉദീക്ഷ്യ ഭവന്തം പ്ലസ് ഉച്ചൈഹി, ഭവന്തം ഉച്ചൈർ എന്ന് വായിക്കും. വിസ്മേരതാം വിധിഹി പ്ലസ് അഗാദ്, വിധിരഗാദ് രാ ചേർത്തി ഒന്നിച്ച് വായിക്കണം. സഹസൂനുഭിഹി സ്വൈഹി. ഇത്രയും പദങ്ങൾ നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ത്വം, ത്വം പറഞ്ഞാൽ അവിടുന്ന്, അവിടുന്ന് പുരസ്താദ് മുമ്പ് അങ്കുഷ്ടമാത്ര വപുഹു പെരുവിരലിൻ്റെ അത്ര വലിപ്പമുള്ള, നമ്മുടെ പെരുവിരലിൻ്റെ അത്ര മാത്രം വലിപ്പമുള്ള ശരീരമുള്ളവനായിട്ട് ഉത്പതിത എണീറ്റവനായി, അതായത് ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് ഒരു ചെറിയ വരാഹരൂപത്തിൽ പന്നിയുടെ രൂപത്തിൽ ഒരു ചെറിയ രൂപം പുറത്ത് ചാടി അത് താഴെ വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ അത് പെരുവിരലിൻ്റെ അത്ര വലിപ്പമുള്ളതായി എന്നർത്ഥം. അങ്ങനെ ശരീരം അത്രയും പെരുവിരലിൻ്റെ അത്ര പോകുന്ന ശരീരമുള്ളവനായിട്ട് ഉത്പതിത എഴുന്നേറ്റിട്ട് അധ പിന്നെ ഭൂയഃ വീണ്ടും അവിടുന്ന് വീണ്ടും വളരുകയാണ്. കുംഭിസദൃശ ആനയ്ക്ക് തുല്യനായി, ഒരു ആനയുടെ വലിപ്പമുള്ളവനായിട്ട് സമജൃംഭത വർദ്ധിച്ചു, വലിപ്പം വർദ്ധിച്ചവനായി ഭവിച്ചു. ആ സമയത്ത് വിധിഹി, വിധിഹി പറഞ്ഞ ബ്രഹ്മാവ് അഭ്രേ, അഭ്രേ പറഞ്ഞ മേഘത്തിൽ, മേഘമാർഗത്തിൽ ഉച്ചേ ഉയർന്നവനായിട്ട് ഭഗവാൻ ആ വരാഹരൂപം പിന്നെയും വളരുന്നത് കാണുകയാണ്. ആ ബ്രഹ്മാവ് മേഘത്തിൽ മുട്ടുന്ന വരെ ഉയർന്നിട്ട് തഥാവിധം അപ്രകാരമുള്ള ഭവന്തം മേഘത്തിനൊപ്പം വളർന്ന ആ വരാഹരൂപത്തെ കണ്ടിട്ട്, ഭവന്തം അവിടുത്തെ കണ്ടിട്ട്, ഉദീക്ഷ്യ പറഞ്ഞ കണ്ടിട്ട്, സ്വൈഹി തൻ്റെ സൂനുബി സഹ, സൂനുബി സഹ പറഞ്ഞാൽ തൻ്റെ മക്കളോടുകൂടി, സൂനു പറഞ്ഞ മക്കൾ, സൂനുബി പറഞ്ഞ മക്കളോടുകൂടി. ആ പുത്രന്മാരാണ്, ഋഷിമാർ പോയവരെല്ലാം ബ്രഹ്മാവിൻ്റെ മക്കളാണ്. സനകാദികൾ എല്ലാവരും, മരീചി പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം ബ്രഹ്മാവിൻ്റെ മക്കളെ ഓരോ അംഗങ്ങളിൽ നിന്ന്, അവയവങ്ങളിൽ നിന്നുണ്ടായവരാണ്. അപ്പോൾ ആ തൻ്റെ മക്കളോട് കൂടിയിട്ടാണ് പിന്നെ ഈ മനുവും ഭഗവാൻ തൻ്റെ ശരീരം, ബ്രഹ്മാവിൻ്റെ ശരീരം പകുത്തുണ്ടായ ഒരു മകൻ്റെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ ആ മക്കളോട് കൂടിയിട്ട് വിസ്മേരതാം അതിശയത്തെ അഗാധ് ബ്രഹ്മാവ് പ്രാപിച്ചു. ബ്രഹ്മാവിന് അതിശയമുണ്ടായി ഇത്രയും പെട്ടെന്ന് വളർന്ന ഈ രൂപം കണ്ടിട്ട് എന്ന്. അതായത് ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് പന്നിക്കുഞ്ഞിൻ്റെ രൂപം ധരിച്ച് പുറത്തു വന്ന ഭഗവാൻ താഴെ വീണപ്പോൾ തന്നെ പെരുവിരലിൻ്റെ അത്ര വലിപ്പമായി എന്ന്. അവിടെ നിന്ന് എണീറ്റപ്പോഴേക്കും ആനയോളം വലിപ്പമായി. വീണ്ടും നോക്കുമ്പോൾ മേഘത്തോളം പൊക്കത്തിൽ അതിന് ചേർന്ന വലിപ്പമുള്ള ഒരു മഹാസൂകരവേഷം, വലിയ വരാഹരൂപമായിട്ട് മാറി. അപ്പം ബ്രഹ്മാവും ബ്രഹ്മപുത്രന്മാരായ ഋഷികളും ഇത് കണ്ട് വളരെയധികം അതിശയത്തോടെ നോക്കി കണ്ടു എന്നാണ്. അടുത്തത് 5-ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. ശ്ലോകം 5. കോസാവചിന്യ മഹിമ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാധരി ശൈലമാത്രഃ
സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ക അസോ അചിന്യ മഹിമ. അവിടെ ആ ഒരു വാ എന്നുള്ള അക്ഷരം കാണും. കോസാ വചിന്യ. ആ വാ എന്നുള്ളത് കോസോ എന്നുള്ളതിൻ്റെയാണ്. ഔ എന്നുള്ള ശബ്ദം. അപ്പം ക അസോ അചിന്യ മഹിമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തത് എന്നർത്ഥം. കിടിഹി ഉദ്ധിത. കിടി പറഞ്ഞ വരാഹം. കിടി ഉദ്ധിത മേ നാസാപുടാത്. ചില ബുക്കിൽ ഘോണാപുടാത് എന്ന് കാണും. രണ്ടും ശരി. ഘോണ പറഞ്ഞാൽ നാസിക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ഘോണാപുടാത് അല്ലെങ്കിൽ നാസാപുടാത് കിമു ഭവത് അജിതസ്യ മായ ഇധം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യഃ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഘോരഘോരം എന്ന് വരും. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ മേ നാസാപുടാത്, അതായത് ബ്രഹ്മാവ് പറയണ എൻ്റെ നാസാപുടത്തിൽ നിന്ന് ഉത്ഭവിച്ച അചിന്യ മഹിമ, അതായത് ചിന്തിക്കാൻ പറ്റാത്ത മഹിമയോടുകൂടിയ മാഹാത്മ്യത്തോടുകൂടിയ അസോ കിടി, അതാണ് അസോ കോസോ എന്ന് പറഞ്ഞ അസോ കിടി, ഈ വരാഹം കഹ പറഞ്ഞ ക അസോ എന്നുള്ളത് ക എന്നാണ് വരുന്നത്. ആരായിരിക്കാം? കഹ പറഞ്ഞ ആരായിരിക്കാം എന്ന ചോദ്യമാണ്. എൻ്റെ നാസാപടത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വിവരിക്കാൻ ചിന്തിക്കാൻ പറ്റാത്ത മഹാത്മ്യത്തോടു കൂടിയ ഈ വരാഹം ആരായിരിക്കാം എന്ന് അജിതനായ ഭഗവാന്റെ. പിന്നെ ചിന്തിക്കുകയാണ്, ആരാലും ജയിക്കപ്പെടാൻ പറ്റാത്ത, ആർക്കും ജയിക്കാൻ പറ്റാത്ത മഹത്വമാണ് ഭഗവാനുള്ളത്. അങ്ങനെയുള്ള ഭഗവാന്റെ മായയാണോ കിമു ഭവേത്, അങ്ങനെ മായ കൊണ്ട് ഭവിച്ചതാകുമോ ഈ രൂപം എന്ന് ഇപ്രകാരം ധാതരി ചിന്തയതി, ആ ബ്രഹ്മാവ് ആലോചിച്ചു കൊണ്ടിരിക്കെ സദ്യ പറഞ്ഞ പെട്ടെന്ന് തന്നെ ശൈലമാത്ര ഭവൻ പർവ്വതപ്രമാണനായി ഭവിച്ചുകൊണ്ട് വളരെ വലിയ രൂപം എടുത്തുകൊണ്ട് അവിടുന്ന് ഘോരഘോരം അതിഘോരമായിട്ട് ജഗർജിതാക്കില്ല, വളരെ വലിയ ശബ്ദത്തിൽ ഗർജിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു. അതായത് ബ്രഹ്മാവിൻ്റെ നാസാപടത്തിൽ നിന്നാണ് ഈ വരാഹം ഉണ്ടായത്. അതിൻ്റെ മഹാത്മ്യം ചിന്തിക്കാൻ ബ്രഹ്മാവിന് പോലും കഴിയുന്നില്ല എന്ന്. അപ്പം ആരാലും ജയിക്കാനാകാത്ത ആ വിഷ്ണു ഭഗവാന്റെ മായയാണ് എന്ന് ബ്രഹ്മാവിന് ബോധ്യമായിരിക്കണം. ആ സംശയത്തിൽ മനസ്സിൽ ഉദിക്കുമ്പോഴേക്കും ആ വരാഹമൂർത്തി പർവ്വത ശരീരമായി വളർന്നു കഴിഞ്ഞു. അത് ആ മൂർത്തി പിന്നെ അത് മാത്രമല്ല, അത് ഭയങ്കര ശബ്ദത്തിൽ ഗർജിക്കാനും തുടങ്ങി എന്ന് പറയുന്നു. അതായത് ഈശ്വരകാരുണ്യത്തിൻ്റെ ചെറിയൊരു തരി മതി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത് അല്പസമയം കൊണ്ട് മഹാജ്വാലയായിട്ട് തീരും എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ആ സൂകരരൂപിയായ ഭഗവാന്റെ ആ വളർച്ച ഈ ഒരു സത്യമാണ് വെളിവാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് വരാഹമൂർത്തിയുടെ വളർച്ച ഭഗവത് കാരുണ്യത്തിൻ്റെ വളർച്ചയാണ് കുറിക്കുന്നത്. വരാഹമൂർത്തിയുടെ ഗർജനം ബ്രഹ്മാവിനെയോ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ ഋഷിമാരെയോ ഭയപ്പെടുത്താനുള്ളതല്ല. അവിടെ എതിരാളിയെ തേടി നടക്കുന്ന ഹിരണ്യാക്ഷൻ്റെ ഗർവത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ അതിനെ ഇല്ലാതാക്കാനുള്ളതാണ് ആ ഗർജനം എന്ന് പറയുന്നു. ഭക്തപക്ഷത്തിൽ ഭക്തൻ്റെ പാപങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ആ കാരുണ്യപൂർവമായ അനുഗ്രഹമാണ് ആ ഗർജനം ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ശ്ലോകം 6. തം തേ നിനാദമുപകർണ്യ ജനസ്തബസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തത്സ്തോത്രഹർഷലമനാ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിരവാദരസ്ത്വം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ തം തേ നിനാദം ഉപകർണ്യ ജനഃ തപഃ സ്താഃ. ജനസ്തപസ്ത എന്നുള്ള പറയുമ്പോൾ ജനഃ തപഃ സ്താഃ സത്യസ്ഥിതാശ്ച മുനയഃ നുനുവുഹു ഭവന്തം. നുനുവുർഭവന്തം എന്നുള്ളത് നുനുവുഹു ഭവന്തം. അപ്പം നുനുവുർഭവന്തം ഒന്നിച്ച്. തത് സ്തോത്ര ഹർഷുലമന പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തി അവാദര പ്ലസ്ത്വം.
വിപുലമൂർത്തി അവാതര പ്ലസ് ത്വം, ഇത്രയും പദങ്ങൾ. ഹരേ കൃഷ്ണ. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ തേ പറഞ്ഞ അവിടുത്തെ, അങ്ങയുടെ തം നിനാദം, ആ ശബ്ദം, ഭയങ്കരമായ ഗർജന ശബ്ദം, ഉപകർണ്യ പറഞ്ഞ കേട്ടിട്ട്, ഭഗവാന്റെ വരാഹമൂർത്തിയുടെ ആ ഗർജനം കേട്ടിട്ട്, ജന തപസ്ത, ജന പറഞ്ഞ ജനലോകത്തുള്ളവർ, തപ പറഞ്ഞ തപോലോകത്തുള്ളവരും, പിന്നെ സത്യസ്ഥിത പ്ലസ് ച, സത്യസ്ഥിത പറഞ്ഞ സത്യലോകത്തിലുള്ളവരുമായ ആ മുനയഹ, മഹർഷിമാർ, മുനിമാർ, ഭവന്തം അങ്ങയെ, അവർക്ക് കേൾക്കാൻ സാധിച്ചു, അത്രയും വലിയ ശബ്ദമായിരുന്നു അത്. അവരെല്ലാം ഭവന്തം നിന്തിരുവടിയെ നുനുവുഹു പറഞ്ഞ സ്തുതിച്ചു, ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ത്വം അവിടുന്നാണെങ്കിലോ തത് സ്തോത്ര ഹർഷുലമന, ആ സ്തോത്രങ്ങൾ, മുനിമാർ സ്തുതിക്കുന്ന ആ സ്തോത്രങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്ന മനസ്സുള്ളവനായിട്ട് ഭൂയഹ വീണ്ടും പരിണദ്യ, വീണ്ടും ഗർജിച്ചു ഭഗവാൻ. എന്നിട്ട് വിപുലമൂർത്തി, വളരെ വലിയ ശരീരത്തോടു കൂടിയ അവിടുന്ന് തോയാശയം, ആ സമുദ്രത്തെ, ജലാശയത്തെ അവാതര, അതിലേക്ക് അവാതര പറഞ്ഞാൽ പ്രവേശിച്ചു ഭഗവാൻ. ആ സമുദ്രത്തിലേക്ക്, ഭൂമിയെ മുക്കി വെച്ചിരിക്കുന്ന, താഴ്ത്തി വെച്ചിരിക്കുന്ന സമുദ്രത്തിലേക്ക് ഗർജിച്ചുകൊണ്ട് ഭഗവാൻ പ്രവേശിച്ചു എന്ന് പറയുന്നു. അതായത് വരാഹമൂർത്തിയായ ഭഗവാന്റെ അതിഘോരമായ ഗർജനം പ്രപഞ്ചമാകെ വ്യാപിക്കുകയാണ്. പക്ഷേ ആ ശബ്ദം എന്തെന്ന് തിരിച്ചറിയാൻ മുനിമാർക്കേ കഴിഞ്ഞുള്ളൂ എന്ന് മാത്രം. ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലുമൊക്കെ ഉള്ള മുനിമാര് ഭഗവാന്റെ ആ ഗർജനം എന്താണെന്ന് അറിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ ദുരിതശാന്തിക്കായിട്ട് ആ ജലരാശിയിലേക്ക് കുതിച്ചു ചാടി എന്ന്. ഭഗവാന്റെ പ്രസാദം തിരിച്ചറിയാൻ മുനിയാകണമെന്നാണ്. പ്രപഞ്ചത്തിലെ ചരാചരങ്ങളായ എല്ലാത്തിലും ഭഗവാന്റെ കാരുണ്യമുണ്ട്, നമ്മളിലൊക്കെ ഭഗവാന്റെ കാരുണ്യമുണ്ട് എന്നാണ് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞ് ആദരിക്കാൻ, ആ സ്തുതിക്കാനൊക്കെ അതിനെന്ത് വേണം? ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം അതറിയാൻ. അപ്രകാരം കാരുണ്യപാത്രമായ ഭക്തന്റെ സ്തോത്രം ഭഗവാൻ ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ ഭക്തൻ ചൊല്ലുന്ന ആ സ്തോത്രങ്ങൾ ഭഗവാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ദുഷ്ടനിഗ്രഹം എന്ന കർത്തവ്യത്തിലേക്ക് ഭഗവാനെ പ്രേരിപ്പിക്കാൻ ആ ഭക്തന്റെ സ്തോത്രത്തിന് കഴിയും എന്ന്. അപ്പോൾ ഇവിടെ ദുരിതം നശിപ്പിക്കാൻ ഭഗവാന്റെ നേർക്ക് ഭക്തൻ തിരിയുമ്പോൾ ഭഗവാന്റെ കാരുണ്യമായ വരാഹമൂർത്തി രൂപം കൊള്ളുകയാണ്. അപ്പോൾ ദുരിതവും പാപവും ഇല്ലാത്ത ഋഷിമാർ ഭഗവാന്റെ ശ്രദ്ധ ഭക്തന്റെ നേർക്ക് തിരിച്ചുവിടും. മുനിമാരുടെ പ്രേരണ കൂടിയാവുമ്പോഴോ ഭഗവാന്റെ കാരുണ്യം കൂടുതൽ ശക്തിയോടെ വർദ്ധിക്കും. അങ്ങനെ ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ ഓടിയെത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ തിരിച്ചറിയുന്ന മുനിമാർ ലോക ഗുരുക്കളാണ്. സ്വാർത്ഥവും ആവശ്യവും ആഗ്രഹവുമില്ലാത്ത ആ മുനിമാരുടെ പിന്തുടർച്ചയാണ് നമ്മുടെ ഗുരുപരമ്പരകൾ. അവരൊക്കെ പറഞ്ഞു തന്ന വാക്കുകൾ നമ്മൾക്ക് ഉൾക്കൊള്ളാനും നമ്മൾക്കതുപോലെ ചെയ്യാനും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഉണ്ടാവണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകം പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് ചൊല്ലാൻ പഠിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.